എന്താണ് എന്റർടൈൻമെന്റ് കൂടി പോകാനാണ് പോകേണ്ടതിട്ടേക്ക് നിർത്തി ഇപ്പോൾ ഉള്ളിയുടെ ആക്കിയത്. നീ എന്താടാ RCB കപ്പ് ഇട്ട് ആ കപ്പിലെ ചായ കുടിച്ചിട്ടുള്ളൂ നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതില്ല. അതൊക്കെ പോട്ടെ, നിന്റെ ബ്ലാസ്റ്റേഴ്സ് 6 വർഷം എടുത്ത് കളിച്ചിട്ട് ഒരു കപ്പ് പോയിട്ട് ഒരു ഗ്ലാസ് എങ്കിലും കിട്ടിയത്? അയ്യടാ, അങ്ങനെ കപ്പിൻ്റെ എണ്ണം കൊണ്ടൊന്നുമില്ല ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കൊരു ടീമല്ല, ഞങ്ങൾക്കൊരു വികാരമാണ്. ആ മഞ്ഞപ്പട സ്റ്റാൻഡ് അത്രയും ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ആ കുളിക്കാൻ കിട്ടുന്ന അവസരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആവേശം പറഞ്ഞ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അത് ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആയാലും മനസ്സിലാവും കേട്ടോ. ബോധമൊന്നും ഇല്ലേടെ. നീ ഇത് പിടി, ക്ഷീണമൊന്ന് മാറി. അണ്ണാ പിന്നെ കഴിഞ്ഞവന് ഡിവില്ലേഴ്സിന്റെ കരച്ചിലുണ്ടപ്പോൾ നിങ്ങൾക്ക് കണ്ണു അറിയുന്ന കിണ്ടി അറിയുന്നൊക്കെ പറഞ്ഞ് കുറെ ഇവിടെ കിടന്ന് നാട്ടിച്ചാണല്ലോ. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വില്യംസൺ അവകാശപ്പെട്ട കപ്പ് 4-ന്റെ എണ്ണം നോക്കി ഇംഗ്ലണ്ടിന് അണ്ണാക്കിലോട്ട് തിരികെ കൊടുത്തപ്പോൾ വില്യംസൺ കപ്പിലോട്ട് നോക്കി ഒരു നോട്ടം ഉണ്ട്. ചങ്ക് ഒരു നോട്ടം നോക്കും. മോനെ നിനക്കിത് തന്നെയാ പണി, എല്ലായിടത്തും യാമോനെ കൊണ്ട് കുത്തിക്കേറ്റാണല്ലോ. ഒരു മടുപ്പ് വന്നല്ലോടാ. അതെ വില്യംസ് ആണോ? അപ്പൊ നിങ്ങളാര് ഹൈദരാബാദ് ഫാനോ? എടാ, നമ്മളിപ്പോൾ ഈ കടയിലെ വിക്കാട് ഉള്ളിയോടെ വരുന്ന നമ്മൾ ബോണ്ട് എടുക്കും, അതും തീരുന്ന നമ്മൾ ഏത്തക്കാപ്പ് കൊടുക്കും. അതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കുത്താനാണ് ദൈവം നമുക്ക് 2 കാലം തന്നേക്കാം. അതുപോലെ അവസരം പോലെ ഈ തരം പോലെയും തഞ്ചം പോലെയും നമ്മൾ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത്രേ ഉള്ളൂ സംഭവം. ഹലാല ഫാൻസിനെ പോലെ നിങ്ങൾക്ക് പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടെ? ഇപ്പൊ കേരളത്തിലെ മലയാളികൾ മൊത്തം അങ്ങനെയാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറി മാറി കുത്തും, ഇടത്തോട്ടും വലത്തോട്ടും. അവസാനം 2 വെള്ളം 2 വൈകി പോകുമ്പോൾ 2 ഗ്ലാസ് സൂക്ഷിച്ചോ കേട്ടോ. നിനക്കെന്താ പുതിയ പ്രശ്നം? കുഴപ്പമൊന്നുമില്ല. നീ കടയിൽ നിന്ന് തുടങ്ങിയ പ്രശ്നമാണല്ലോ, കാര്യം പറഞ്ഞിട്ടോ. എനിക്ക് അതായിരുന്നു അണ്ണാവന് തൂർണോന്ന്. അതല്ലേ ഞാൻ പറഞ്ഞിട്ടോ, എന്റെ ചേച്ചിടത്തേക്ക് കുഴപ്പമൊന്നുമില്ല, നീ വീണ്ടും എക്കോറായി. ഓഹോ, പോവാ. വിളിച്ചു പോയി. നമസ്കാരം. COVID-19 അൺലോക്ക് പ്രക്രിയ അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. നിങ്ങൾ ചെന്നൈ ഫാൻസിനെയും ധോണി ഫാൻസിനെയും കൂടെ മുംബൈ ഫാൻസ് കണ്ടത്തിലിട്ട് പഞ്ഞിക്കിടാൻ പ്ലാനാണല്ലോ. എല്ലാത്തിനെയും കൂടെ അവന്മാരടിച്ച് കൊല്ലോ. ആരെ അടികൊണ്ട് തൂർന്നേ നമുക്ക് കാണാം. കണ്ടത്തിലോട്ട് ഇങ്ങി വാ. നീയൊക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നിട്ട് കാര്യമല്ല. അവന്മാര് ധോണി ഏറെ ഉയർത്തി ഊക്കിക്കൊണ്ടിരിക്കുവോ. നിങ്ങൾക്ക് എന്ത് ഈ ധോണി ഇത്ര പുച്ഛം? ഏറ്റവും കൂടുതൽ IPL വിജയോടെ ക്യാപ്റ്റൻ ആരാണ്? അത് ധോണിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തോൽവിയുള്ള ക്യാപ്റ്റൻ ആരാ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പറഞ്ഞേ പറ്റൂ. എടാ, സച്ചിനും ലക്ഷ്മണും ദ്രാവിഡും ഗാംഗുലിയും ഉണ്ടാക്കിയ ഓളൊന്നും ഒരിക്കലും നിന്റെ ധോണിയെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കൊലവുമ്പന്മാർ വിചാരിച്ചിട്ട് ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് കൊണ്ടുവരാൻ പറ്റിയ? ഇല്ലല്ല. എന്നാൽ നമ്മുടെ ധോണിയാണെന്ന് പറ്റി. ഒന്നൊന്നും അല്ല, 2 വേൾഡ് കപ്പ്. നിങ്ങൾ ഈ പറഞ്ഞ കൊലവുമ്പന്മാരെ വിചാരിച്ചിട്ട് ഇതുവല്ലോ നടന്ന ഒന്നും നടക്കൂല മോനെ. അതൊക്കെയാണ് നമ്മുടെ ധോണിയാണ്. അണ്ണൻ കപ്പെടുത്തതിന്റെയും ക്രെഡിറ്റ് അടിച്ചതിന്റെയും കൂടുതൽ കഥയൊന്നും പറയാൻ നിൽക്കണ്ട. പറയാൻ നിന്നാ നീ നാറും. മഴ പറഞ്ഞു വാ പോവാം. അണ്ണാ നില്ല്. അവൻ കഴിയുമ്പോഴേ അവനെ വിളിച്ചോണ്ടാ കണ്ടത്തിലോട്ടോ കേട്ടോ. പിന്നെ ഡ്രസ്സ് മാറ്റിട്ട് വരാൻ. പക്ഷേ വീട്ടിൽ പോയി തലവടച്ചിട്ട് പോവാം. ഞാനവിടെ പോയി ഒരു കുത്തിരിപ്പുണ്ടാക്കാം. നീ പയ്യെ നിങ്ങൾ പോക്കോ, ഞാൻ വന്നോളാം. പൊട്ടിയ ഇടാനുള്ള സ്റ്റാറ്റസ് റെഡിയാണ്. അതൊക്കെ റെഡിയാ മോനെ. ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ. ഫ്രഷ് ഐറ്റം. നീ പറഞ്ഞ പഞ്ചാബിന് ആവശ്യത്തിന് കപ്പുണ്ടല്ലോ, അവിടെ മിണ്ടായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ തേപ്പിടിനോട് അടിച്ച് അണ്ണാക്കിയാൻ തരും. എന്തോ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുള്ളൂ. അവള് വിളിക്കുന്നതാ. ഞാനങ്ങ് വരാം. ഇങ്ങനെ തൂക്കിട്ടുണ്ട് നടന്നോ? അവൻ വെമ്പിളരെ കൊണ്ട് കുറുന്നുണ്ടോ? നിർത്ത്, അതൊരു പാവം വെച്ചാ അതിനിടയ്ക്ക് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങനെ തല വെച്ചിട്ട് നടന്നിട്ടാണ് അവൻ എന്നെ തേച്ചിട്ട് പോയത്. എന്തൊക്കെയായിരുന്നു അവള്? സത്യവതിയാണ്, ശീലാവതിയാണ്, സീതാദേവിയാണ്. നമ്മളൊക്കെ നരമ്പ് രോഗികള്, കാമത്തവളകള്. അവസാനം അവൾ അണ്ണാക്കിലടിച്ചാന്ന് തേച്ചിട്ട് പോയല്ലോ. നീ തന്നെ ഇത് പറയണം. ശവത്തെ കുത്താളി കുത്തും. നിന്റെ ശവം ഞാൻ കുത്തി പറിച്ചു തിന്നും. നീ അത്രയ്ക്ക് തല കയറ്റി വെച്ച് നടന്നോണ്ടാ ഞാൻ അതിനകത്ത് കയറി കുത്തിയത്. അതൊക്കെ വിട്, ഞാൻ മറക്കാതിരിക്കുന്ന സംഭവങ്ങളാണ്. നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം പഞ്ചാബിന് നല്ല പോളി ഫീൽഡിംഗ് ആയിരിക്കും. പിള്ളേരൊക്കെ പറന്ന് നിൽക്കും. പിന്നെ മര്യാദയ്ക്ക് സിംഗിൾ എടുക്കാൻ പറ്റാത്ത കയ്യിലൊക്കെ പറഞ്ഞേക്കും. അതൊക്കെ പണ്ട്. ഇപ്പൊ പഞ്ചാബിന്റെ ഫീൽഡിംഗ് കോച്ച് ജോണ്ടി റോഡ്സാ. പിള്ളേര് പറന്നില്ല പറത്തി പിടിപ്പിക്കും പന്ത് ജോണ്ടി അണ്ണൻ. വീര് അവസാനമായിട്ട് കളിച്ച ക്ലബ്ബാ. ഈ പ്രാവശ്യം കപ്പടിച്ചാൽ മതിയായിരുന്നു. നീ ഇങ്ങനെ നടന്നോ? അവന്മാര് സെവാഗിനെ ഫസ്റ്റ് ബോള് വിക്കറ്റ് കളയുന്ന ഫ്രീ വിക്കറ്റ് എന്ന് പറഞ്ഞ് ഏറെ നിർത്തി ഊക്കിക്കൊണ്ടിരിക്കുവോ. ഓടച്ചക്ക, ഏത് കൊലകൊമ്പം ബോർഡർ വന്നാലും ഫസ്റ്റ് ബോൾ ബൗണ്ടറി അടിച്ച് അങ്ങോട്ടേ കാണിക്കുന്നതാണ് ഞങ്ങളെ വീര്. ഇതൊന്നും എന്നോടല്ല പറയണ്ട, അമ്മടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്നോട് ഉണ്ടാക്കാൻ വരാതെ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പെടലടിച്ചു ഭൂഷണം എല്ലാത്തിനും അടിക്കണം. എല്ലാത്തിനും അടിക്കും. ദൈവമാര് തീകൊണ്ടാണ് കോപ്പാണ് എന്നുമ്പോൾ നമ്മൾ ധോണി ചൊറിയാൻ വന്നാൽ നമുക്ക് ഇടിച്ചു കൊടുക്കണം. എന്തിനും അടിക്കുന്നത്? അവന്റെ കൊണ്ടോട്ടി നമ്മൾ വെള്ളത്തിൽ കളയും. മുമ്പയുടെ കാര്യം പറഞ്ഞാൽ നീമാരൊക്കെ പോകും. നീ ഒരു കാര്യം ആലോചിക്കണം. നീ ഒറ്റയ്ക്കേ ഉള്ളു, ഞങ്ങൾ 2 പേരുണ്ട്.
അടിക്കാൻ തലയാൻ പൊളി. അപ്പച്ചനെ എത്തിയ മക്കളെ സച്ചിനെ സച്ചിനെ അവന്മാര് പറയട്ടാ സച്ചിന്റെ ഫാൻസ് ഈ വരമ്പത്തിൽ ഓടുന്ന സമയത്ത് അവനവന്റെ തന്തന്മാരുടെ ഞരമ്പിക്കൂടെ പോലും ഓടി കാണത്തില്ല. പിന്നെ ഒന്ന് ഇരിക്കട്ടെ, അങ്ങേര് പാടുകെട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ സച്ചിനുള്ള ആരും ഉണ്ടല്ലോ, അതിന്റെ അത്ര രോമാഞ്ചം വേറെ ഒന്നിനും രോമാണിച്ച് കണ്ടം വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടാ, 2 കൂടി കാട്ടിന്നൊക്കെ ഇറങ്ങി വരുന്നല്ലോ. എന്തുവായിരുന്നു പരിപാടി അവിടെ? നിന്റെ തന്ത ഒരു പട്ടിയായിട്ട് കാട്ടിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ വരവുണ്ടോ? അവനാണ് യഥാർത്ഥ മുംബൈ ഫാൻ. പൊള്ളാടിന്റെ രോഹിത്തിന്റെ മലിംഗയുടെ എല്ലാം കൊടയർ അതുപോലെ അവൻ വന്നിട്ടുണ്ട്. സത്യം പറ, നിനക്ക് എത്ര തന്തയുണ്ട്? ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ നിൽക്കും. എടാ ഞാൻ ഈ IPL ഫാനൊന്നുമല്ല, നമ്മളൊക്കെ ഓൺലി ഗ്ലോബൽ ഗെയിം ഫുട്ബോൾ ഫാൻസ്. അയ്യടി ഇപ്പൊ എന്തൊരു ഫുട്ബോൾ പ്രേമം, മറ്റേ അപ്പികളെ കണ്ടിട്ട് വയറൊക്കെ ഒരു ഫുട്ബോൾ കണക്കായി വരുന്നുണ്ട്. ആ ഈ വയറിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇച്ചിരി അങ്ങോട്ട് നീങ്ങിടേ. എടാ IPL മോഹൻലാലാണ് മുംബൈ ഇന്ത്യൻസ്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുള്ള ടീം ഏതാ? മുംബൈയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കപ്പുള്ള ടീമാണ് മുംബൈയാണ്. അപ്പം കഴിവുള്ളവന്മാരെ വിമർശിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ലാലേട്ടനെ വിമർശിക്കുന്ന പോലെ കുറേ ഊളകൾ മുംബൈക്കെതിരെയും ട്രോളും കാര്യങ്ങളായിട്ട് ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും IPL മോഹൻലാലാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ എന്ന് പറഞ്ഞാൽ സച്ചിനാണ്. പിന്നെ സച്ചിന് സേവാഗുഡ് ഓപ്പണിംഗ് ഇറങ്ങുന്ന ഇന്ത്യൻ ടീം അതൊരു വേറെ ലെവല. അതാണ് രോമം പൊങ്ങിയണ്ടോടാ. അത് പിന്നെ പൊങ്ങേട്ടും വലിയ കാര്യമില്ല, അത് വേഗം താന്നോളും. അതാണ് IPL മമ്മൂക്കയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നിങ്ങളൊക്കെ ഈ വയസ്സം പടയെന്ന് പുച്ഛിച്ചാലും പ്രായം വെറും ഒരു നമ്പരല്ല, അത് എക്സ്പീരിയൻസ് ആണ് തെളിയിച്ചവരാണ് മമ്മൂക്കയും ചെന്നൈയും. ഇവന് ആള് കാലുവാരിയാന്നേലും ഇപ്പം പറഞ്ഞാൽ പോയില്ല. ഈ IPL കൂടെ കഴിയുമ്പോൾ പിന്നെ പങ്കായത്തിന് തുഴ പിന്നെ കണ്ടല്ലോ. ഇരുവണ്ണം മര്യാദയ്ക്ക് പ്രീതിച്ചേച്ചി അടിപ്പാവടലും കഴുകി കൊടുത്തായിരുന്നില്ലേ പഞ്ചാബിനെ ഒട്ടി പുറത്താകത്തില്ലായിരുന്നു. നീ കുറെ നേരമായിട്ട് സേവാനായിട്ട് ഉണ്ടാക്കുന്നല്ലോ. ഉണ്ടാക്കിയത് എന്തോ ഒന്നും ഉണ്ടാക്കണ്ട. നിന്റെ തന്തയോ? നീ എന്റെ ചെറുക്കനടിക്കുന്നു. എന്താ പോകുന്നില്ലേ? പോണോ? എന്നാ പോട്ടോ. എന്നെ കൊന്നേ. അവിടെ താഴെ അടിച്ചോട്ടിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി അടിക്കണം. മുണ്ടേ പിടിച്ച് വലിക്കുന്നോടാ മായന്റെ പേരെ. ഇടതു മാറി വലതു മാറി പറഞ്ഞു പറഞ്ഞു കാട് കയറി കൂടെ നിന്ന് കാലുമാറി തമ്മിൽ തല്ലിയാകെ നാറി. ഇടതു മാറി വലതു മാറി പറഞ്ഞു പറഞ്ഞു കാട് കയറി കൂടെ നിന്ന് കാലുമാറി തമ്മിൽ തല്ലിയാകെ മാറി. കൗരവർ പാണ്ഡവർ ചേർന്ന് ചെയ്യും യുദ്ധം, പക്ഷ 2 പക്ഷ ന്യായമെതിരില്ലാരണധികം ശക്ത.